ഹലോ, ഇന്ന് ഞാനും ആരും അഭിയേട്ടനും കൂടിയിട്ട് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആരും ഇത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ബീച്ചിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല, അഭിയേട്ടൻ്റെ അനിയനും പിന്നെ ചേച്ചിയുടെ 2 പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കയറിപ്പാടെ തന്നെ മുമ്പിൽ തന്നെ കുറേ കളിപ്പാട്ടമൊക്കെ ഉണ്ട്. അത് വേണമെന്നിട്ട് ആരോ വാശി പിടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം എടുത്തുകൊണ്ട് നടന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ മറ്റേ ആനിമൽസും ബേഡ്സും ഒക്കെ ആയതാണ് കണ്ടത്. അതിൽ നമ്മൾ കയറിയിട്ടാണ് റേറ്റ് കൂടുതലാണ്, ഒരാൾക്ക് 100 രൂപയാണ്. അതുകൊണ്ട് പിള്ളമാരേത് ഇവിടെ കളിക്കാനാക്കി പാർക്കിൽ. അങ്ങനെ അവിടെ അവർ കുറച്ച് സമയം കഴിച്ചിട്ട് നമ്മൾ ഒന്ന് കറങ്ങി അടിച്ചു. ഇവിടെ ഒരുപാട് ഗെയിം ഉണ്ട് കേട്ടോ. ഗെയിം ഇതിലൊന്നും ഇവരെ കയറ്റിയിട്ടാണ്, നല്ല പൈസ ഉണ്ട്. ഒരാൾക്ക് 100 രൂപയാണ്. ഇവർ കയറുമില്ല, കയറ്റിയെങ്കിൽ തന്നെ വേങ്കി എന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിൽ വെറുതെ പൈസ കൊടുത്തതാവില്ല. പിന്നെ നമ്മൾ ഉള്ളൊന്ന് ചുറ്റി അടിച്ചു, അല്ലാണ്ട് പിന്നെ എന്താക്കാനാ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ തൊട്ടിലാട്ടത്തിൻ്റെ അടുത്ത് ഇതാ ഈ സംഭവമില്ലേ, ഇതിൽ കയറിയിട്ടുണ്ട് ആരെങ്കിലും? ഞാൻ കയറിയിട്ടാട്ടോ, ഞാൻ വീഡിയോ എടുത്തെന്നില്ല കണ്ടപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കടലിൻ്റെ സൈഡിലേക്ക് കൂടിയിട്ടൊന്ന് നടന്നു. നല്ല കാറ്റുണ്ടായി കേട്ടോ. അങ്ങനെ ഇവിടെ നടന്ന് ഈ തീവണ്ടിക്കൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ, 60 രൂപ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ഒരു പൊട്ടറ്റോൻ്റെ മറ്റേ അതുണ്ടായിന്, അത് വാങ്ങിച്ചു നമ്മൾ എല്ലാവരും. അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് കഴിച്ചിട്ട് വെള്ളം വേണം പറഞ്ഞിട്ട് ആരും കാട്ടിൽ പോയി വെള്ളം മേടിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് സമയം നമ്മൾ ഇവിടെ ഇരുന്ന് നോണയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അവരെ കളിക്കാനും ആക്കി. പിന്നെ ആരോ അതിൻ്റെ അടുക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ ഗോബി മഞ്ചൂരിയില്ലേ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് അധികം തിരക്കാണ്. പിന്നെ പാനിപ്പൂരിയും മറ്റേ ഗോബി മഞ്ചൂരിയാണ് വാങ്ങിച്ചത്. ആരുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇരിക്കുവാണ്. അപ്പോൾ ഒന്ന് ഐസ്ക്രീം കണ്ടത് മേജിക്ക്. അപ്പോൾ അവർ ആരുവിനെ കുറച്ച് സമയം കളിപ്പിച്ചു. ഐസ്ക്രീം അവൻ കളിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഐസ്ക്രീം തിന്നോണ്ട് നമ്മൾ പോയി. അതിൽ മീനുണ്ടോ നോക്കിയതാട്ടോ, മീനൊന്നുമില്ല. പിന്നെ നമ്മൾ വന്ന വഴിയിലല്ല കേട്ടോ പോയത്, വരുമ്പോൾ കുറേ കളിപ്പാട്ടം കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ വേറെ വഴിയിൽ വിട്ടിട്ടാണ് തിരിച്ച് പോയത് പുറത്തേക്ക്. പിന്നെ ഒരു കൂൾബാറിൽ കയറി. ഞാൻ ചിക്കും, അവർ ഗഡ്ബിടും, പിന്നെ അഭിയേട്ടൻ ഒരു ലൈമുമാണ് കുടിച്ചത്. ആരുവാണെങ്കിൽ ഒരു കോൺകൈ പിടിച്ചിട്ട് എല്ലാവർക്കും നോമ്പ് കുടിച്ചെന്നേ ഉള്ളൂ. ചെറിയ ഹോട്ടലാട്ടോ, അല്ല ചെറിയ കൂൾബാറാട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ബൈ.